ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 6 ബുധനാഴ്ചയാണ്. ഇന്നലത്തെ നിഫ്റ്റിയിലേക്ക് വരാം. 24,000 മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കാൻ സാധിച്ചത് ചെറിയൊരു പോസിറ്റിവിറ്റി ആയിട്ട് കാണാം. ഡോളറിനെതിരെ റുപ്പി പുതിയ റെക്കോർഡ് ലോ ടച്ച് ചെയ്തു. വീണ്ടും റെക്കോർഡ് ലോസ് ടച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 95.40 എന്നതാണ് പുതിയ റെക്കോർഡ് ലോ ആയിട്ട് വരുന്നത്. ഇനി Q4 റിസൾട്ടുകളിലേക്ക് വന്നാൽ M&Mന്റെ റിസൾട്ട് ഇന്നലെയാണ് പുറത്തു വന്നത്. എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു. പക്ഷേ L&Tയുടെ റിസൾട്ട് ഫലങ്ങൾ ഒരു മ്യൂട്ടഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുള്ളത് എയർലൈൻസ് അതുപോലെ MSME കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്കിടയിൽ MSMEകൾ, വിമാന കമ്പനികൾ, മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പ്രവർത്തന മൂലധനം ലഭിക്കുന്നതിനായിട്ട് 18,100 കോടി രൂപ വകയിരുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയാനുള്ളത് വ്യോമയാന മേഖലയ്ക്കായി 5,000 കോടി രൂപ പ്രത്യേകം വകയിരുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം ഇന്ധനവില വർദ്ധിച്ചതും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതും പരിഗണിച്ചാണ് ഈ ആനുകൂല്യം. ഇനി നമുക്ക് അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് FIS വലിയ സെല്ലിങ്ങിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മറ്റൊരു നടപടി സ്വീകരിക്കുന്നത് ഇതാണ്. ഇന്ത്യയിൽ വിദേശ നിക്ഷേപം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ വലിയൊരു തീരുമാനം എടുക്കുകയാണ്. FDI അഥവാ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അംഗീകരിക്കുന്ന പ്രക്രിയ ഇനി കൂടുതൽ ഫാസ്റ്റ് ആകുന്നു. പുതിയ SOP പ്രകാരം സർക്കാർ അനുമതി ആവശ്യമായ FDI അപേക്ഷകൾക്ക് ഇനി 12 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കും. കൂടാതെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടിയാണ് ഇത് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ത്യയുമായി ലാൻഡ് ബോർഡർ പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾക്ക് ഈ സമയം 60 ദിവസമായി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു തീരുമാനം മാനുഫാക്ചറിംഗ് സെക്ടറിനെ സംബന്ധിച്ച് വലിയൊരു ബൂസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇലക്ട്രോണിക്, സെമി കണ്ടക്ടർ, EV സെക്ടറുകളും ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.38% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വലിയ നേട്ടമുണ്ടാക്കിയ കോസ്പി മാർക്കറ്റ് വീണ്ടും 5.5% നേട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,288 എന്ന നിലയിൽ 0.74% നേട്ടത്തിലാണ്. 179 പോയിന്റ്സ് ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 180 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു വലിയ ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് ഇന്ന് നമുക്ക് സാധ്യത കാണുന്നത്. ഇനി യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ ഇന്നലെ യൂറോപ്യൻ വിപണിയിൽ UK മാർക്കറ്റ് FTSE മാത്രമാണ് ഇടിഞ്ഞത്. 1.5% ഇടിവുണ്ടാക്കി. ഇനി ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്യുന്ന US വിപണികൾ പോസിറ്റീവിലായിരുന്നു. നാസ്ഡാക്ക് 1% മുകളിൽ ഉയർന്നപ്പോൾ ഡൗ ജോൺസ് 0.73%, S&P 500 0.81% ഉയർന്നത്. US വിപണിയിലേക്ക് വന്നാൽ ഇന്നലെ S&P 500ഉം നാസ്ഡാക്കും പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചൊവ്വാഴ്ച അമേരിക്ക അറിയിച്ചത് ഇറാനുമായുള്ള സീസ് ഫയർ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ഇത് സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസിലുള്ള നിയന്ത്രണങ്ങൾ സംബന്ധിച്ചും ഇപ്പോഴത്തെ ആശങ്കകൾ സംബന്ധിച്ചും ഒരു ആശങ്ക കുറയ്ക്കാനുള്ള കാരണമായി. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ ടെക് സൈഡിൽ ഇൻഫോസിസ് 1.8% നേട്ടമുണ്ടാക്കി. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.46% ഇടിഞ്ഞു. HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.67% ഇടിവും രേഖപ്പെടുത്തി. എപ്പോഴും ഫോക്കസിലുള്ള ഓയിൽ പ്രൈസുകൾ ഇന്ന് 1% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $108 ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 80,000 മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $81,000 2% അടുത്ത് നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസിൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.8% നേട്ടമാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,09,400 എന്ന നിലയിലായിരുന്നു. ഇന്നത്തെ ടോപ്പ് ഹെഡ്ലൈൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമുണ്ട്. ട്രേഡിങ്ങിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ, അതായത് ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, കൂടാതെ F&O സെഗ്മെന്റ് പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്ട്രാറ്റജി ബിൽഡിംഗ് അടക്കമുള്ള ധാരാളം കാര്യങ്ങൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. OI അനാലിസിസും ഇതിൽ ഉള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ചില Q4 റിസൾട്ടുകളിലേക്കാണ്. മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ ഒരു കമ്പനി കോഫോർജ് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് ആയി രേഖപ്പെടുത്തിയത് 612 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 250 കോടി രൂപയായിരുന്നു കമ്പനി ലാഭമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അതായത് ഇയർ ഓൺ ഇയറിൽ 145% വർധനമാണ്
നെറ്റ് പ്രോഫിറ്റിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. റവന്യൂവിലാണെങ്കിൽ 4450 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. വെറും 5% വർധനവ് മാത്രമാണ്. എബിറ്റിലും 26% വർധനമാണ് വന്നിരിക്കുന്നത്. 696 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ എബിറ്റ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു കമ്പനി അജന്ത ഫാർമ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 267 കോടി രൂപയാണ്. അതായത് 18.7% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിലും വർധനവ് തന്നെയാണ്. 1422 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 21.5% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. എബിറ്റഡായി പുറത്തു വന്നിരിക്കുന്നത് 333 കോടി രൂപയാണ്. 12.1% വർധനവാണ് വന്നിരിക്കുന്നത്. പക്ഷേ എബിറ്റഡ മാർജിനിൽ ഒരു ഇടിവാണ് വന്നിരിക്കുന്നത്. 23.4% കുറഞ്ഞത്. അടുത്തത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 5326 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 3.1% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 11.3% ഒരു വർധനവ് വന്നിരിക്കുന്നു. 82,762 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റഡയായി പുറത്തു വന്നിരിക്കുന്നത് 86,010 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 5% വർധനവാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒരു എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്ത റിസൾട്ടായിട്ടാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ റിസൾട്ട് കാണുന്നത്. L&Tയുടെ കാര്യത്തിലേക്ക് വന്നാൽ നെറ്റ് പ്രോഫിറ്റിൽ 53.3% ഒരു വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരുന്നു. 3737 കോടി രൂപയായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡിവിഡൻഡായി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 33 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ബജാജ് ഓട്ടോ ലിമിറ്റഡ്, ബ്രിഗേഡ് എന്റർപ്രൈസസ് ലിമിറ്റഡ്, ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ്, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഹെക്സാവെയർ ടെക്നോളജീസ്, മീഷോ, 197 കമ്മ്യൂണിക്കേഷൻ, ശ്രീ സിമെന്റ്, റാഡിക്കോ കെയ്ത്താൻ, റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ഡാറ്റയിലേക്കാണ്. FIS ഇന്നലെ സെല്ലിങ്ങിലായിരുന്നു. 3622 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ അവർ സെല് ചെയ്ത്. DIs ആവട്ടെ 2603 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.